ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയുടെ ഒരു വീഡിയോ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഒക്കെ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അപ്പൊ ആ ടോപ്പിക്സ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്നല്ല, ഏതൊരു പരീക്ഷയ്ക്കും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിലബസ് നന്നായിട്ട് നല്ല രീതിയിൽ മനസ്സിലാക്കുക. സിലബസിന്റെ കോപ്പി എടുക്കുക, അല്ലെങ്കിൽ എഴുതിയെടുക്കുക. മോസ്റ്റ്ലി കോപ്പി എടുക്കുന്നവരായിരിക്കും കൂടുതൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കുന്ന ഭാഗങ്ങൾ മാർക്ക് ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് നോക്കിക്കേ, ഈ ഒരു സിലബസിലെ ഹിസ്റ്ററി 5 മാർക്ക്, ജോഗ്രഫി 5, ഇക്കണോമിക്സ് 5, കോൺസ്റ്റിറ്റ്യൂഷൻ 5, കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും 5, ഇങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് സിലബസിൽ നമ്മൾ പറഞ്ഞത് കൂട്ട് തന്നെ ഈ 3 ഭാഗങ്ങള്, അതായത് ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, ഇത് നമ്മൾ എല്ലാ ദിവസവും പഠിക്കണം. ഇതിൽ എന്തൊക്കെ സിലബസിൽ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ മലയാളത്തിലേക്കാണ് ഞാൻ ആദ്യം വന്നത്. ഈ പദശുദ്ധി, വാക്യശുദ്ധി, ഒറ്റപ്പദ, പര്യായം, വിപരീതം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാനപദം, ഈ ആദ്യത്തെ 8 എണ്ണം എങ്ങനെയാ പഠിക്കുന്നത് വെച്ചാൽ നമുക്ക് ഒറ്റയ്ക്ക് ഒരു ദിവസം കൊണ്ട് ഇതൊന്നും പഠിച്ചു തീർക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാ ദിവസവും നമ്മുടെ സ്റ്റഡി പ്ലാനിൽ നമ്മുടെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഉണ്ട്. അപ്പൊ പദശുദ്ധി 5 എണ്ണം പഠിച്ചു, വാക്യശുദ്ധി 5 എണ്ണം പഠിച്ചു, പരിഭാഷ 5 എണ്ണം പഠിച്ചു. ഇങ്ങനെ 8 എണ്ണത്തിലെയും ഒരു 5 എണ്ണം മൺഡേ ഞാൻ പഠിച്ചു. ട്യൂസ്ഡേ പഠിക്കുമ്പോൾ ഇന്നലെ പഠിച്ച 5 എണ്ണം ഒന്ന് റിവിഷൻ എടുത്തിട്ട് വേണം ട്യൂസ്ഡേ 5 എണ്ണം പഠിക്കുന്നത്. അപ്പൊ 10 അങ്ങനെ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം ഈ പദശുദ്ധിയും വാക്യശുദ്ധിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി തെറ്റുന്ന കാര്യങ്ങള് വീണ്ടും വീണ്ടും എഴുതി പഠിക്കുക. അതായത് പദശുദ്ധിയിലൊക്കെ ചില കാര്യങ്ങളൊക്കെ, ചില വേർഡ്സ് ഒക്കെ നമുക്ക് എത്ര പറഞ്ഞാലും കിട്ടില്ല. തെറ്റും അന്ന് ഉറപ്പുള്ളത് എഴുതുക. ഈ രീതിയിൽ ആദ്യത്തെ 8 എണ്ണം ക്ലിയർ ചെയ്യാൻ പറ്റും. അതായത് ഏകദേശം ഒരു മാസം നിങ്ങൾ ഇങ്ങനെ പഠിക്കുമ്പോൾ ഒരു ദിവസം 5 വൊക്കാബുലറി, 5 പദശുദ്ധി വെച്ച് പഠിച്ചാലും 30 ദിവസം ആകുമ്പോഴത്തേക്കും നമ്മൾ അത്രയും പഠിച്ചു. അപ്പൊ നിങ്ങൾക്ക് 30 ദിവസത്തിൽ 5 ദിവസമൊക്കെ പോകും റിവിഷനും കാര്യങ്ങളായിട്ട്. എന്നാലും ഒരു 200-ന്റെ അടുത്ത് നമ്മുടെ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യാണ്. അത് പഠിച്ചിട്ട് PY2 കൂടെ പഠിക്കുമ്പോൾ ഈ ഒരു ഭാഗം, പക്ഷെ മോസ്റ്റ്ലി PY2 തന്നെ ആയിരിക്കും എല്ലാം. കാരണം ഇതെല്ലാം ചോദിക്കുന്ന നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. പിന്നെ പിരിച്ചെഴുതുക, ചേർത്തെഴുതുക, അത് രണ്ടും നല്ല ക്ലാസ്സുകൾ. ഒന്നേ നിങ്ങൾക്ക് എവിടെയെങ്കിലും പെയ്ഡ് കോഴ്സുകൾ എടുക്കുക, അതല്ലെങ്കിൽ യൂട്യൂബിൽ അതിന്റെ വീഡിയോസ് കാണും. നല്ല ക്ലാസ്സുകൾ നോക്കി തന്നെ ചേർത്തെഴുതുക, പിരിച്ചെഴുതുക പഠിക്കുക. സ്ത്രീലിംഗം, പുല്ലിംഗം, ഈ 8 എണ്ണം പഠിച്ചിട്ട് വന്നാൽ മതി ഇതിലേക്ക്. അങ്ങനെ കുറേശ്ശെ ആ ഭാഗം നിങ്ങൾക്ക് തീർത്തെടുക്കാം. മലയാളത്തിൽ ഒന്നും തന്നെ സിലബസിലുള്ളത് നിങ്ങൾ കളയരുത്, കാരണം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വൊക്കാബുലറി പോർഷൻ ഞാൻ ഈ പറഞ്ഞ അതേ മെത്തേഡ്, നമ്മൾ മലയാളത്തിന് ഉപയോഗിച്ച അതേ മെത്തേഡ് വൊക്കാബുലറിയിൽ എടുക്കുക. ഇവിടെ 12 എണ്ണം ഉണ്ട്, ഞാൻ ഇതിനെ 6 ഡിവൈഡ് ചെയ്ത് തരാം. അതായത് ആദ്യത്തെ ഒരു മാസം ഈ 6 എണ്ണം പഠിക്കുക. അതായത് ഓരോന്നിന്നും 5 വെച്ച് പഠിക്കുക. നമ്മൾ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം നമ്മുടെ സിലബസിൽ, നമ്മുടെ ടൈം ടേബിളിൽ എല്ലാ ദിവസവും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ കണക്റ്റീവ് നൗൺ, എ ഗ്രൂപ്പ് ഓഫ്, ഇന്നത്, ഇന്ന പേര്, അങ്ങനെ 5 എണ്ണം പഠിക്കാം. അതുപോലെ പ്രിഫിക്സ്, സഫിക്സ് 5 എണ്ണം, കോമ്പൗണ്ട് വേർഡ്സ്, സിനോണിംസ്, ആന്റോണിംസ്, ഫ്രൈസൽ വെർബ്സ്. ഈ ഒരു മാസം ഈ 6 എണ്ണം, അടുത്ത ഒരു മാസം ഈ 6 എണ്ണം. അതിന്റെ കൂടെ PYQസും അതിന്റെ കണക്റ്റഡ് ആയി വരുന്ന ഫാക്ട്സും പഠിക്കാമെങ്കിൽ ഈ വൊക്കാബുലറി പോർഷൻ ക്ലിയർ ആകും. ഗ്രാമറിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്, ഗ്രാമറിൽ പോകുമ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി, ആർട്ടിക്കിൾസ് പഠിച്ചു. കാരണം ആർട്ടിക്കിൾസ് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ആർട്ടിക്കിൾസ്. അപ്പം ആർട്ടിക്കിൾ എ ആൻഡ് ദ നമ്മൾ ചെറുപ്പത്തിലെ പഠിക്കുന്നത് കൊണ്ട് ആദ്യം അത് പഠിച്ചിട്ട് ഓക്സിലറി വെർബ് പഠിക്കുക. ദെൻ ക്വസ്റ്റ്യൻ ടാഗിലേക്ക് വരിക. അതായത് ആർട്ടിക്കിൾസും ഓക്സിലറി വെർബും ക്വസ്റ്റ്യൻ ടാഗും പഠിച്ചതിന് ശേഷം ടെൻസിലേക്ക് വരാം. അതല്ലെങ്കിൽ ടെൻസ് ആദ്യം പഠിച്ചിട്ട് ക്വസ്റ്റ്യൻ ടാഗ് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. കാരണം ടെൻസ് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പൊ റീച്ച്ഡ്, ഡ വന്നു, പാസ്റ്റ് ടെൻസ് ആണ് എന്ന് അറിയണമെങ്കിൽ ടെൻസ് അറിയണം, എങ്കിൽ മാത്രമേ ഓക്സിലറി ഡിഡ് വരൂ. അങ്ങനെ പഠിക്കാം. അപ്പം നിങ്ങൾ ബേസ് എന്ന് പറയുന്ന ടെൻസ്. അപ്പൊ ടെൻസ് പഠിച്ചിട്ട് ക്വസ്റ്റ്യൻ ടാഗിലേക്ക് പോയാലും മതി. ഈ ടെൻസ് പഠിക്കുമ്പോൾ തന്നെ ആ വീക്കിൽ തന്നെ നിങ്ങൾ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് പഠിക്കണം. അത് ഇതോടെ കണക്റ്റഡ് ആണ്. ഈ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് പഠിച്ച ഒരാഴ്ച ഒന്നും പഠിക്കരുത്. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് 1 വീക്ക് കഴിഞ്ഞ് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് പഠിക്കുക. പിന്നെ 1 വീക്ക് അതിന്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ടെൻസ് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ സബ്ജക്ട് വെർബ് എഗ്രിമെന്റിലേക്കും അതുപോലെ പാർട്സ് ഓഫ് സ്പീച്ചിലേക്കും ഒക്കെ എത്തും. ഇത്രയും പഠിച്ചതിന് ശേഷം ബാക്കി ടോപ്പിക്കിലേക്ക് ഇംഗ്ലീഷ് പോകാനുള്ള ഒരു ബേസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മാത്സില്
എല്ലാ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് തന്നെയാണ്. എല്ലാത്തിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കും. മാത്സ് ഒരുവിധം എല്ലാം ചിലവർക്ക് ബുദ്ധിമുട്ടാണ് മാത്സ്. അപ്പൊ ഇതിനകത്ത് മാത്സിന്റെ പോർഷനിൽ തന്നെ 12 ടോപ്പിക്കുകളുണ്ട്. അപ്പൊ നിങ്ങളൊരു 3 ദിവസമായിട്ട് ഡിവൈഡ് ചെയ്ത് പോയാൽ മതി. 3 ദിവസത്തേക്ക് ഒരു ടോപ്പിക്ക്. ഈ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അതുപോലെ വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, അതുപോലെ മെൻസ്ട്രേഷൻ, ഇതൊക്കെ കുറച്ച് ദിവസം കൂടുതൽ വേണ്ട ഭാഗങ്ങളാണ്. അപ്പൊ ഒരു 5 ദിവസം അങ്ങനെയുള്ള ടോപ്പിക്കുകൾക്ക് മാറ്റി വെക്കുക. അല്ലാതെ നമ്മുടെ ഭിന്നസംഖ്യയോ അങ്ങനെയുള്ള ശതമാനം, ലാഭവും നഷ്ടവും വലിയ കുഴപ്പമില്ല. നിങ്ങൾക്ക് ഈസി ഉള്ള ടോപ്പിക്കുകളൊക്കെ ആണെങ്കിൽ 3 ദിവസം, അല്ലാത്തത് 5 ദിവസമെങ്കിലും എടുക്കണം. അത് ക്ലിയർ ആക്കിയിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പോവുള്ളൂ. അപ്പൊ നിങ്ങൾ അവിടെ ഇവിടെ ഇച്ചിരി ഡിഫിക്കൽട്ട് ആണ് സാധാരണ പരീക്ഷയും കൂട്ടുപരീക്ഷയും. അപ്പൊ അതെടുക്കുന്ന സമയത്ത് ഇവിടെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് ഇതിനകത്ത് നിന്ന് എടുക്കുക. അതായത് കലണ്ടറോ അല്ലെങ്കിൽ ദിശാബോധമോ കുടുംബ ബന്ധങ്ങൾ, അതൊക്കെ വലിയ കുഴപ്പമില്ലാത്ത ടോപ്പിക്കാണ്. അതെടുക്കുക. അതായത് നമ്മുടെ ടൈം ടേബിളില്ല, എല്ലാ ദിവസവും ഇതുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഇത് പഠിച്ചു പോകാം. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാം. ഹിസ്റ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാല് ഹിസ്റ്ററിയില് യൂറോപ്യന്മാരുടെ വരവ് പഠിക്കണം. അവരുടെ നമ്മൾക്ക് തന്ന കോൺട്രിബ്യൂഷൻ പഠിക്കുക. തിരുവിതാംകൂർ രാജാക്കന്മാര് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. INC പഠിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് INCയുടെ ഓരോ സമ്മേളനങ്ങൾ നടന്ന സ്ഥലങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. വർത്തമാന പത്രങ്ങളുമായി ബന്ധപ്പെട്ട ഭാഗാംഗങ്ങൾ ആദ്യം പഠിക്കേണ്ടതായിട്ടോ, അത് നോക്കുക. അതുപോലെ ഹിസ്റ്ററി അധികം ചോദിക്കുന്നില്ല, ചോദിക്കുന്നതും +1 ടെക്സ്റ്റ് ബുക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തൽക്കാലം ഇതൊന്നും പെയിന്റിങ്ങിൽ വെക്കാം. ജോഗ്രഫിയിലേക്ക് വരുമ്പോ ഭൂമിയുടെ ഘടന വേണ്ടതാണ്. അതുപോലെ തന്നെ മാപ്പുകൾ പല എക്സാമുകൾക്കും ചോദിക്കുന്നതാണ്. മാപ്പുകൾ എന്ന് പറയുന്ന ഭാഗം. ഇന്ത്യ, ഭൂപ്രകൃതി, സംസ്ഥാനങ്ങൾ, ഓരോ സംസ്ഥാനങ്ങളിലും പ്രത്യേകതകളില്ല, അത് പഠിക്കണം. ഉത്തര മഹാസമുദ്ര ഉപദ്വീപീയ പീഠഭൂമി അറിഞ്ഞിരിക്കണം. കേരളം, ഭൂപ്രകൃതി, ജില്ലകള്, നദികള്, നമ്മുടെ വന്യജീവി സങ്കേതങ്ങള്, റോഡ്, റെയിൽ, ഗതാഗത സംവിധാനങ്ങൾ, ഇതൊക്കെ ആദ്യം തന്നെ പഠിച്ചു വെക്കേണ്ട ടോപ്പിക്കുകളാണ്. പിന്നെ ഭരണഘടനയും കോൺസ്റ്റിറ്റ്യൂഷനും കുറച്ചേ ഉള്ളൂ. ഇന്നലെ ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ അതെന്ത് ചെയ്യുക, അത് ഫുൾ ടോപ്പിക്കുകൾ കവർ ചെയ്യണം. കാരണം കുറച്ച് ടോപ്പിക്കുകൾ, ഹരിത വിപ്ലവം എപ്പോഴും ചോദിക്കുന്നതാണ്, നീതി ആയോഗ്, ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അത്രയും മാർക്ക് നമുക്ക് അതിൽ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഭരണഘടന അതുപോലെ തന്നെയാണ് പഠിച്ചിരിക്കണം. ഇനി കേരളവും ഭരണവും ഭരണ സംവിധാനങ്ങളിലും അല്ലെങ്കിൽ സുപ്രധാന നിയമങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ LDC തലത്തിലുള്ള സിലബസ് തന്നെയാണ്. അപ്പൊ ആ നടത്തിയിരിക്കുന്ന ചോദ്യങ്ങളും അതിന്റെ കണക്റ്റഡ് ടാക്സുകളും പഠിക്കുക. ബയോളജിയിലേക്ക് വരുമ്പോൾ മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങൾ, അവയുടെ അപര്യാപ്തത, രോഗങ്ങള്, സാംക്രമിക രോഗങ്ങൾ, രോഗകാരികൾ, ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ എപ്പോഴും കറണ്ട് അഫേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുക. ജീവിതശൈലി രോഗങ്ങള്, ഭൗതിക ശാസ്ത്രത്തിൽ പ്രകാശം ചോദിക്കാറുണ്ട്. അതുപോലെ ശബ്ദം അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് കെമിസ്ട്രി ആണ്. കെമിസ്ട്രിയിലെ ആറ്റം, അതുപോലെ തന്നെ നമ്മുടെ ലോഹസങ്കരങ്ങൾ, അലോഹങ്ങൾ, ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. അങ്ങനെയുള്ള കുറച്ച് കോമൺ ആയിട്ടുള്ള ടോപ്പിക്കുകൾ. കലാകായികം എന്നൊക്കെ പറയുന്നത് മോസ്റ്റ്ലി നമ്മുടെ കറണ്ട് അഫേഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്, അത് നോക്കണം. പിന്നെ എഴുത്തുകാര്, അവരുടെ തൂലികാ നാമങ്ങള്, അങ്ങനെയൊക്കെയുള്ള അവാർഡുകൾ, ഇതൊക്കെ കൂടുതലും കറണ്ട് അഫേഴ്സ് റിലേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. കമ്പ്യൂട്ടറിലെ ഈ പോർഷൻസ്, ഹാർഡ്വെയർ, ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, പിന്നെ ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്, അത് എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്കുകൾ. എന്റെ അർത്ഥം ബാക്കി ടോപ്പിക്കുകൾ പഠിക്കേണ്ടെന്നല്ല, ആദ്യം പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഇതെല്ലാമാണ്. ഇതെല്ലാം പഠിച്ചതിന് ശേഷം നിങ്ങൾ ഒരു ഇത് ചെയ്ത് നോക്കുക. അതായത് നിങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾക്ക് അത്യാവശ്യം ഇത് സിലബസ് നിങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട്, സിലബസിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് ആ സമയത്ത് ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടും. ആദ്യം ഇത്രയും ടോപ്പിക്കുകൾ ക്ലിയർ ആക്കുക. പിന്നെ നമ്മൾ ചലഞ്ചർ ആപ്പ് ഇതിനു വേണ്ടിയിട്ട് ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാനായിട്ട് www.challengerup.in നമ്മുടെ വെബ്സൈറ്റിന്റെ പേര്. അപ്പൊ നമ്മുടെ കോഴ്സ് ഈ കമ്മിങ് മൺഡേ, അതായത് മാർച്ച് 24-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇതിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ കോഴ്സുകളൊക്കെ കാണാം. അപ്പൊ ഇവിടെ നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ബാച്ച് തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നമ്മുടെ ക്ലാസ്സിലെ സിലബസ് അനുസരിച്ചുള്ള ടോപ്പിക്കുകൾ എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ അതിന്റെ ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട്, എക്സാംസ് ഉണ്ട്, അതുപോലെ തന്നെ നോട്ട്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ബൈ നൗ ഒരു കൂപ്പൺ കോഡ് ചോദിക്കും. അവിടെ സജിത 1999 എന്നുള്ള കൂപ്പൺ കോഡ് ഉണ്ട്, അത് അപ്ലൈ ചെയ്യുക. അപ്പൊ 1999 ആണ്, 1999 കോഴ്സ് ഫീ. ഡീറ്റെയിൽസിൽ പേരും ഫോൺ നമ്പറും 3ാമത് പേയ്മെന്റും കൊടുത്ത് താല്പര്യമുള്ളവർക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം.
വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഞാൻ പറഞ്ഞില്ല, ഇത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ആദ്യം പഠിക്കേണ്ട ടോപ്പിക്കുകളാണ്. ബാക്കി ടോപ്പിക്കുകളൊന്നും പഠിക്കേണ്ടെന്നല്ല, നിങ്ങൾ ആദ്യം ഇത്രയും ടോപ്പിക്കുകൾ പഠിച്ചു തീർക്കുക. എന്നിട്ട് PYQs ചെയ്ത് നോക്കുക. കറണ്ട് അഫയേഴ്സ് എങ്ങനെയാണ് പഠിക്കേണ്ടത് ഇന്നലത്തെ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2025 ഇമ്പോർട്ടൻസ് കൊടുത്തതിന്റെ പഠിക്കുക. 24, 23 ഇമ്പോർട്ടന്റ് അവാർഡുകൾ, 24 അതുപോലെ തന്നെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ കോമന്റ് ആയിട്ട് ഇട്ടോളൂ. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഓൾ.